എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് വേരിയേഷൻ ഓഫ് ഫ്യൂഗാസിറ്റി വിത്ത് പ്രഷറാണ്. അപ്പോൾ അതിന് നമ്മളൊരു സിസ്റ്റം കൺസിഡർ ചെയ്യുന്നു, അണ്ടർഗോയിങ് ഇൻഫിനിറ്റിസിമലി സ്മോൾ റിവേഴ്സിബിൾ ചേഞ്ച്. ദാറ്റ് ഈസ് ഫോർ എ സിസ്റ്റം ഓഫ് infinitesimally small reversible change, small റിവേഴ്സിബിൾ ചേഞ്ച്. ഇങ്ങനെയുള്ള ഒരു സിസ്റ്റത്തിന്റെ ഫ്രീ എനർജി ചേഞ്ച് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഡി ജി ഇസ് ഈക്വൽ ടു വി ഡി പി മൈനസ് എസ് ഡി ടി ആയിരിക്കും. അപ്പൊ ഇത് മാക്സ്വെൽ റിലേഷൻ ആണ്, ഡി ജി ഇസ് ഈക്വൽ ടു വി ഡി പി മൈനസ് എസ് ഡി ടി. അപ്പൊ ഇനി ഈ ഒരു സിസ്റ്റം നടക്കുന്നത് ഐസോതെർമൽ കണ്ടീഷനിലാണെന്നുണ്ടെങ്കിൽ, ദാറ്റ് ഈസ് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെന്നുണ്ടെങ്കിൽ, ദാറ്റ് ഈസ് അണ്ടർ ഐസോതെർമൽ കണ്ടീഷൻസ്. ഐസോതെർമൽ കണ്ടീഷൻ ആകുമ്പോൾ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കും, അപ്പോൾ ഡി ടി ഇസ് ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പൊ ഡി ടി 0 ആകുമ്പോൾ ഈ ഇക്വേഷൻ 0 ആയിട്ട് മാറും. അപ്പം ഡി ജി ഇസ് ഈക്വൽ ടു വി ഡി പി എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 2. ഇനി നമ്മളൊരു റിയൽ ഗ്യാസ് കൺസിഡർ ചെയ്യുന്നു, ദാറ്റ് ഈസ് ഫോർ റിയൽ ഗ്യാസ്. അപ്പൊ റിയൽ ഗ്യാസിന് ഫ്രീ എനർജിയും ഫ്യൂഗാസിറ്റിയും തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ നമ്മൾ ഓൾറെഡി ഡിറൈവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഇക്വേഷനിൽ നിന്നും ദാറ്റ് ഈസ് ഡി ജി ഇസ് ഈക്വൽ ടു ആർ ടി ഇൻറ്റു ഡി എൽ എൻ എഫ് എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 3. അപ്പൊ ഇത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫ്രീ എനർജി ചേഞ്ച് ആൻഡ് ഫ്യൂഗാസിറ്റി, ഫ്രീ എനർജിയും ഫ്യൂഗാസിറ്റിയും തമ്മിലുള്ള റിലേഷനാണ്. അപ്പൊ ഇത് ഐഡിയൽ ഗ്യാസിനെ സംബന്ധിച്ചിടത്തോളമാണ് ഡി ജി ഇസ് ഈക്വൽ ടു വി ഡി പി എന്ന് പറയുന്നത്. റിയൽ ഗ്യാസിനെ സംബന്ധിച്ചിടത്തോളം ഡി ജി ഇസ് ഈക്വൽ ടു ആർ ടി ഇൻറ്റു ഡി എൽ എൻ എഫ് എന്ന് കിട്ടും. അപ്പൊ നമ്മൾ ഈ ഒരു റിയൽ ഗ്യാസ് ഒരു ഐഡിയൽ ഗ്യാസ് ആണെന്ന് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ, അസ്യൂം ദ ഗ്യാസ് ബിഹേവ്സ് ലൈക്ക് ആൻ ഐഡിയൽ ഗ്യാസ്. അപ്പൊ ഈ രണ്ട് ഇക്വേഷൻസ് തമ്മിൽ ഇക്വേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് ആർ ടി ഇൻറ്റു ഡി എൽ എൻ എഫ് ഇസ് ഈക്വൽ ടു വി ഡി പി എന്ന് എഴുതാൻ പറ്റും. അപ്പൊ ഈ ഒരു ഇക്വേഷൻ ആണ് ഫ്രീ എനർജിയും അതുപോലെ തന്നെ പ്രഷറും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇവിടെ വേരിയേഷൻ ഓഫ് പ്രഷർ ഉണ്ട്, വേരിയേഷൻ ഓഫ് ഫ്യൂഗാസിറ്റി ഉണ്ട്. അതായത് പ്രഷർ വേരി ചെയ്യുന്നതിനനുസരിച്ച് ഫ്യൂഗാസിറ്റി വേരി ചെയ്യുന്നു. അപ്പൊ ഇനി നമുക്ക് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ, ഒരു പർട്ടിക്കുലർ പ്രഷറിൽ ഫ്യൂഗാസിറ്റി കിട്ടാൻ ഈ ഇക്വേഷൻ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതിയാകും. അപ്പൊ നമ്മൾ രണ്ട് പ്രഷർ കൺസിഡർ ചെയ്യുന്നു. ദാറ്റ് ഈസ് P1 സ്റ്റേറ്റിലുള്ള അതിന്റെ ഫ്യൂഗാസിറ്റി എന്ന് പറയുന്നത് F1, P2 സ്റ്റേറ്റിലുള്ള അതിന്റെ ഫ്യൂഗാസിറ്റി എന്ന് പറയുന്നത് F2 നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അപ്പൊ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു, അതായത് ഈ ഇക്വേഷനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. ഇന്റഗ്രേറ്റ് ബിറ്റ്വീൻ ദ ലിമിറ്റ്സ്, ഫ്യൂഗാസിറ്റിയുടെ ലിമിറ്റ് എന്ന് പറയുന്നത് F1 മുതൽ F2 വരെയും പ്രഷർ P1 മുതൽ P2 വരെയും ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഓൺ ഇന്റഗ്രേറ്റിംഗ് this equation becomes that is integral RT into integral DLN F from F1 to F2 is equal to V into integral P1 to P2 dP എന്ന് എഴുതാൻ പറ്റും. അപ്പൊ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എൽ എൻ എഫ് കിട്ടും ബിറ്റ്വീൻ ദ ലിമിറ്റ്സ് F1 to F2. അപ്പൊ ആ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ആർ ടി ഇസ് ഇൻറ്റു എൽ എൻ F2 ബൈ F1 കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു വി ഇൻറ്റു P2 മൈനസ് P1 എന്ന് കിട്ടും. അപ്പൊ ഇതാണ് ഫ്രീ എനർജിയും പ്രഷറും തമ്മിലുള്ള റിലേഷൻ, അല്ലെങ്കിൽ വേരിയേഷൻ ഓഫ് ഫ്യൂഗാസിറ്റിയും പ്രഷറും തമ്മിലുള്ള റിലേഷൻ, വേരിയേഷൻ ഓഫ് ഫ്യൂഗാസിറ്റി വിത്ത് പ്രഷർ. അപ്പൊ ഇതിനകത്ത് നമുക്ക് 4 വേരിയബിൾസ് ആണ് ഉള്ളത്. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്, F2 ഉണ്ട്, F1 ഉണ്ട്, P2 ഉണ്ട്, P1 ഉണ്ട്. അപ്പൊ നമുക്ക് ഫ്യൂഗാസിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് P1 P2 അറിയാം, അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു പ്രഷറിലുള്ള ഫ്യൂഗാസിറ്റിയും അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് നാലാമത്തെ പ്രഷറിലുള്ള ഫ്യൂഗാസിറ്റി, അതായത് ഈ ഒരു വാല്യൂ F2 എന്ന് പറയുന്ന വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും.
അപ്പൊ 4 വേരിയബിൾസ് ആണുള്ളത്. ഏതെങ്കിലും 3 വേരിയബിൾസ്, 2 പ്രഷറും 1 ഫ്യൂഗാസിറ്റിയും അറിയാമെങ്കിൽ അടുത്ത ഫ്യൂഗാസിറ്റി നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ പറ്റും.